12 മണിയായില്ലേ, സ്റ്റാർട്ടാക്കിയാലോ? പന്ത്രണ്ടേ മൂന്നായിട്ടുണ്ട്. പ്രേയർ സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, പ്രയർ ഞാനാണ് സരിത. തുടങ്ങട്ടെ? ഓക്കെ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. ഓക്കെ, താങ്ക് യു. ഹലോ, തോട്ട് ഓഫ് ദ ഡേ ഞാൻ മാഡം. ഹലോ, തോട്ട് ഓഫ് ദ ഡേ പറയട്ടെ? പറഞ്ഞോളൂ. കേക്കാം. എൻ്റെ പേര് നിസ, ഞാൻ ഓച്ചറിലാണ് താമസം. സക്സസ് ഈസ് വെൻ യുവർ സിഗ്നേച്ചർ ആൻഡ് ചേഞ്ച് ടു ഓട്ടോഗ്രാഫ് ബൈ APJ അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, താങ്ക് യു മാം. സൈൻ ഇൻ പറയട്ടെ? പറഞ്ഞോളൂ. ഞാനൊരു കഥയാണ് പറയുന്നത് വായാടിയായ മുയൽ. പണ്ടൊരിടത്ത് ഒരു കാട്ടിലായി നിരവധി മൃഗങ്ങൾ വസിച്ചിരുന്നു. ഒരിക്കൽ കാട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി മൃഗങ്ങൾ ഒത്തുകൂടി. സിംഹം, മാൻ, ആന, കരടി, പുലി, കടുവ, മുയൽ എന്ന് വേണ്ട എല്ലാ മൃഗങ്ങളും അതിലുണ്ടായിരുന്നു. ഓരോരോ മൃഗങ്ങളായി വന്ന് അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതെല്ലാം കേട്ട് തന്റെ അവസരവും കാത്ത് ഒരു മുയൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ ക്ഷമയോടെ തന്നെ തന്റെ ഊഴവും പ്രതീക്ഷിച്ചിരുന്നു. അവസാനം തന്റെ അവസരം എത്തിയതും മുയൽ ദീർഘമായൊരു പ്രഭാഷണം തന്നെ നടത്തി. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. കാട്ടിലെ കാലഹരണപ്പെട്ട നിയമസംഹിത മാറ്റി എഴുതേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ശക്തിയുള്ള മൃഗങ്ങൾ ദുർബലരായ മൃഗങ്ങളെ നിഷ്കരണം വേട്ടയാടുകയാണ്.
ഇത് അരാജകത്വവും അനീതിയുമാണ്. ജീവിക്കാനുള്ള തുല്യ അവകാശം എല്ലാവർക്കുമുണ്ട്. അതിവിടെ നിഷേധിക്കപ്പെടുകയാണ്. നമ്മൾ ഇതിനെതിരെ ശക്തമായി പോരാടണം. വിപ്ലവങ്ങളിലൂടെ മാത്രമേ ഈ ലോകത്ത് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ. നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും വൈകാൻ പാടില്ല. നമ്മൾ എത്രയും വേഗം വിപ്ലവത്തിനായി തയ്യാറെടുക്കേണ്ടതുണ്ട്. കാണികളായിരുന്ന മൃഗങ്ങളെല്ലാം മുയലിന്റെ പ്രസംഗം കേട്ടിരുന്നു. എന്നാൽ മുൻനിരയിലിരുന്ന സിംഹം മാത്രം പ്രസംഗം കേട്ട് കൈയടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് മുയലും മറ്റു മൃഗങ്ങളും അത്ഭുതപ്പെട്ടു. തുടർന്ന് സിംഹം മുയലിനോട് ചോദിച്ചു, ശക്തിയുള്ള മൃഗങ്ങൾക്കെതിരെ വിപ്ലവം നടത്തണമെന്നതിന്റെ ആശയം വളരെ നല്ലതാണ്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, മൂർച്ചയുടെ ദംഷ്ടകളും കൂർത്ത നഖങ്ങളും നിങ്ങളെക്കാളും ശക്തിയുമുള്ള മൃഗങ്ങൾക്ക് എതിരെ നിങ്ങൾ എങ്ങനെയാണ് വിപ്ലവം നടത്താൻ പോകുന്നത്? നിങ്ങൾ അവർക്കെതിരെ എന്ത് ആയുധമാണ് ഉപയോഗിക്കാൻ പോകുന്നത്? ഇതൊക്കെ അറിയാൻ എല്ലാവർക്കും ആഗ്രഹം കാണും. അതുകൂടി പറയാമോ? സിംഹത്തിന്റെ ചോദ്യം കേട്ടതും മുയൽ ഉത്തരം കിട്ടാതെ പരിഭ്രമിച്ചു. അവളുടെ ധീരമായ വാക്കുകൾക്ക് പിന്നിൽ യാഥാർത്ഥ്യത്തെ നേരിടാനുള്ള ഒരു പദ്ധതിയും ശക്തിയുമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. അവൾ നാണിച്ചു തല താഴ്ത്തി നിന്നു. ഈ കഥയുടെ ഗുണപാഠം: പ്രാവർത്തികമല്ലാത്ത വാക്കുകൾ വെറും ശബ്ദങ്ങളാണ്. യഥാർത്ഥ ധീരത എന്നത് പ്രഭാഷണങ്ങളല്ല, സാധ്യമായത് ചെയ്യുക എന്നതിലാണ്. സൈൻ ഇൻ ബൈ വിജി KS. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, Good good afternoon, afternoon. ma'am. all. Okay, what happened? Expression ഒക്കെ കണ്ടല്ലോ. Good afternoon. Reaction. Good afternoon. ഓക്കെ, നിങ്ങളുടെ പ്രെയറും തോട്ട് ഫോർ ദ ഡേ സൈൻ ഇൻ എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. സൈൻ ഇൻ ആയ സമയത്താണ് ഞാൻ കയറുന്നത്. ഓക്കെ, ഫൈൻ. ഓണം സെലിബ്രേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഹൗ യു ഫീൽ? അത് എന്താണ്? നിങ്ങളുടെ ഓണാഘോഷം കണ്ടിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. വിർച്വൽ പ്ലാറ്റ്ഫോമിലെ ഓണം സെലിബ്രേഷൻ എങ്ങനെയുണ്ടായിരുന്നു? ഈ ഒരു ഗൂഗിൾ മീറ്റില് അവിടെ എവിടെയൊക്കെ ഇരുന്നിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താ ചെയ്യണ്ടേന്നുള്ള ഒരു ഇതായിരുന്നു. എന്നാലും ചെറുതായിട്ടൊക്കെ ഒപ്പിച്ച് ഞങ്ങള് എല്ലാവരും കൂടി. ഓക്കെ, വെരി ഗുഡ്. കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത്. ഓണമായാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും എന്തെന്നെയൊക്കെ ആയാലും അങ്ങ് ആഘോഷിക്കുക. ഓക്കെ, കാരണം ആഘോഷങ്ങള് നമ്മളെ തിരിച്ച് നമ്മുടെ കുറെ ബാല്യകാലങ്ങളും പഴയ കാര്യങ്ങളും എല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തും, നല്ല നല്ല ഓർമ്മകൾ. ഓക്കെ, സോ പ്ലീസ്, നമ്മൾ എവിടെ വരെയായി? ക്ലാസ്സുമായിട്ടുള്ള കണക്ഷൻ പോയിട്ട് കുറെ ദിവസമായ പോലെ. റെക്കോർഡിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആണോ? ഏത് റെക്കോർഡാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? തേർഡ് റെക്കോർഡ് ഫോറും ഫിനിഷായി പറഞ്ഞു. ഫിനിഷായെന്നറിയില്ല. റൈമും മറ്റ് കാര്യങ്ങളെല്ലാം എഴുതുന്ന ഒരു റെക്കോർഡില്ലേ, അത് മാം കുറച്ച് പറഞ്ഞു. ഞാൻ അന്ന് ക്ലാസ്സിൽ എനിക്ക് രണ്ട് ക്ലാസ് ഒരുമിച്ചാണ്ട് നെറ്റ് കണക്ഷൻ പോയതുകൊണ്ട് ഞാൻ കട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പകുതി വരെയാ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞത്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ പോർഷൻസിലേക്ക് പോവാം. അന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർ എവിടെ വരിക ഒന്ന് പറയുമോ? ഒന്ന് പറയൂ, എവിടെ പറഞ്ഞു എന്നുള്ളത്. റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും. ഫസ്റ്റും ഫോർത്തും നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ അതെല്ലാം ചെയ്യാൻ തുടങ്ങി, ചിലർ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഫസ്റ്റും ഫോറും ചെയ്തപ്പം അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ലേ?
പറ്റി മാം. യെസ്. സോ സെക്കൻഡ് ആൻഡ് തേർഡില് നമ്മുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി നല്ല പോലെ നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമാണ് അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ യു വിൽ ബി വെരി ഹാപ്പി. കാരണം സ്വന്തമായിട്ട് ആദ്യമായി കുറെ പേരെങ്കിലും ആദ്യമായിട്ട് പോം അതുപോലെ തന്നെ സ്റ്റോറി ഒക്കെ എഴുതുന്ന ആ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വേറെ തന്നെയാണ്. ആദ്യം തോന്നും അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റുന്നു. പക്ഷെ വൺസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഇമാജിനേഷൻ നല്ലതുപോലെ വരും. എവിടെ നിന്നൊക്കെയാ അതിന്റെ കഥയുടെ ഒരു ത്രെഡ് വരിക എന്നറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ചെയ്യാം. ചെയ്യുമ്പോൾ റൈംസ് ഒന്നില് സ്റ്റോറി ഒന്നില് അത് ശ്രദ്ധിക്കണം. ആ റൈമിന്റെ സ്റ്റോറിയുടെയും ആ ഒരു ഓർഡർ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് പോലെ തന്നെ ആവണമെന്നില്ല. ഏത് ഓർഡറിലും. കാരണം ഒരു തീമിന്റെ കഥ നമുക്ക് പെട്ടെന്ന് കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ആ കഥ തന്നെ എഴുതി വെക്കുക കേട്ടോ. ഞാനത് ജസ്റ്റ് റൈം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഫുള്ള് പറഞ്ഞായിരുന്നു. സ്റ്റോറി എവിടെ വരെ പറഞ്ഞു? പറഞ്ഞിട്ടില്ല മാം. സ്റ്റോറി പറഞ്ഞില്ല മാം. പറഞ്ഞിട്ടില്ല. ഓക്കെ, റൈം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. റൈമില് നമ്മളുടെ ഇതായിരുന്നു രണ്ട് തീം എന്താണോ അതിന് 2 എണ്ണം വീതം എഴുതണം. ഇപ്പൊ ആൽഫബറ്റിക്കൽ സോങ് ആയിരുന്നെങ്കിൽ ആൽഫബറ്റിക്കൽ സോങ് 2 എണ്ണം എഴുതണം. പിന്നെ ലൈൻസ് അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു മാക്സിമം 12 ലൈൻസ് ഒക്കെ മതിയാകും. കാരണം കുട്ടികൾക്ക് കുറേ ലെങ്തി ആയിട്ടുള്ള റൈം ഒന്നും അവരെ ശ്രദ്ധിക്കില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് പറയുന്നതാകുമ്പോൾ അവരും പെട്ടെന്ന് അത് പഠിക്കുകയും ചെയ്യും. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്യും. അപ്പോ ഈ ആൽഫബറ്റിക്കൽ സോങ്ങിന്റെ റൈം എഴുതിയപ്പോ ഒരു കുട്ടി 26 ലൈൻസ് വരുന്ന, അതായത് ഓരോ ആൽഫബറ്റ് അല്ലെങ്കിൽ 26നേക്കാൾ കൂടുതൽ വരുന്ന രീതിയിൽ ആയിരുന്നു ലൈൻസ് വന്നത്. ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്, ബട്ട് നമുക്കത് ഒരുമിച്ച് ആ കാര്യങ്ങൾ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും വലിയൊരു റൈം കുട്ടികൾക്ക് അത്ര ഒരു അറ്റൻഷൻ സ്പാൻ ഉണ്ടാവില്ല. അവർ അത്രയും സമയം കേട്ടിരിക്കില്ല. അതേസമയം നമ്മൾ ഈ കുഞ്ഞുങ്ങളാണെങ്കിൽ പഠിക്കുമ്പോൾ ABCD എന്നങ്ങ് ഒരുമിച്ചങ്ങ് പറഞ്ഞല്ലേ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ 4 ലെറ്റേഴ്സ് വെച്ചിട്ട് ഒരു ലൈൻ വരുമ്പോഴേക്കും അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊനൗൺസിയേഷനും അതിന്റെ റിഥവും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അങ്ങനെ അതൊന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾക്കാവുമ്പോ വലിയ കഥ, വലിയ ഒരു റൈം അതൊന്നും വേണ്ട. എല്ലാം ഒന്ന് ലിമിറ്റഡ് ആക്കിയിട്ട് ആ ഒരു രീതിയിൽ. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റോറി. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് റൈം ആണല്ലോ. ഓക്കെ, സ്റ്റോറി ഒരെണ്ണം വെച്ച് എഴുതിയാൽ മതി. ഈ സ്റ്റോറിയില് ഓരോ സ്റ്റോറിക്കും അതുമായിട്ട് മാച്ച് ആവുന്ന രീതിയിലുള്ള പിക്ചേഴ്സും ഒട്ടിക്കണം. പിന്നെ ചില സ്റ്റോറികൾ മാത്രം നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ കേട്ടിട്ടുള്ള ആ കഥകൾ തന്നെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. പക്ഷെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അതില് ഞാനതൊന്ന് ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോവാം. രണ്ടാമത് എഴുതിയിരിക്കുന്ന റൈം ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണോ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ റെക്കോർഡില്? അങ്ങനെ വേണമെന്നില്ല. നമ്മളൊരു റൈം എഴുതുമ്പോൾ പെട്ടെന്ന് നമുക്ക് കഥയ്ക്കുള്ള ഒരു ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ സ്റ്റോറി റെക്കോർഡിലേക്ക് രണ്ട് റെക്കോർഡാണല്ലോ, സ്റ്റോറി റെക്കോർഡിലേക്ക് എഴുതി വെക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും ഒരുമിച്ച് തരുന്നത്. കാരണം റൈം എഴുതുമ്പോൾ ആ റൈമിന്റെ ഒരു ഇത് കണക്ട് ചെയ്ത് നമുക്കൊരു സ്റ്റോറി പോലെ നമുക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോറി ബുക്കിലേക്ക് എഴുതി വെക്കാം. ഓക്കെ, ഇതില് ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വൺ ഇത് നമുക്ക് ചരിത്രപരമായ അല്ലെങ്കിൽ അങ്ങനെ മിത്ത് ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു കഥ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അത് നമുക്ക് ഓൾറെഡി ഉള്ള നമ്മൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും കഥകൾ എഴുതാം. ഞാൻ ഇതില് തെന്നാലിരാമന്റെ ഒരു കഥയാണ് എഴുതിയിരിക്കുന്നത്. അത് ഓൾറെഡി നമ്മൾ പല ബുക്കിലും വായിച്ച് അങ്ങനെ തെന്നാലിരാമൻ കഥകൾ എന്ന് പറഞ്ഞ ബുക്ക് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ എടുത്തതായിരുന്നു. അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം, നോ പ്രോബ്ലം. നെക്സ്റ്റ് നാലാമത് നിങ്ങൾക്ക് കാണാം നൊമാഡ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു സ്റ്റോറി. ഈ നൊമാഡ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നാടോടിക്കഥ, അല്ലെങ്കിൽ ചൈനീസ് നാടോടിക്കഥ, ജാപ്പനീസ് നാടോടിക്കഥ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. അതല്ല തന്നെ എഴുതാമെങ്കിൽ തന്നെ എഴുതാം. ഞാൻ നൊമാഡായ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. അത് ക്രിയേറ്റ് ചെയ്താട്ടോ, എവിടെയോ ഉള്ളതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നാടോടി കഥകൾ എവിടെന്നെങ്കിലും അഡോപ്റ്റ് ചെയ്യാം, നോ പ്രോബ്ലം. നെക്സ്റ്റ് മോഡൽ അതിനു മുമ്പ് സ്റ്റോറി ദാറ്റ് ഗീവ്സ് സയന്റിഫിക് നോളജ്. മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ.
കേട്ടോ. അതും നമുക്ക് ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചായിരിക്കുമല്ലോ, ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരാളെ കുറിച്ചായിരിക്കുമല്ലോ എഴുതേണ്ടത്. ഞാൻ അംബേദ്കറെ കുറിച്ചാണ് എഴുതിയത്. അതും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. പിന്നെ സയന്റിഫിക് നോളജ് തരുന്ന ഒരു സ്റ്റോറി അത് ഞാൻ അഡോപ്റ്റ് ചെയ്തതായിരുന്നു, അതും അങ്ങനെ ചെയ്യാം. അത് എക്സ്റേ കണ്ടുപിടിച്ച റോഞ്ചൻ, അദ്ദേഹം ആ എക്സ്റേ കണ്ടുപിടിക്കാനുണ്ടായ സാഹചര്യം, കുട്ടികളുടെ മലയാളം ടെക്സ്റ്റിൽ അതിന്റെ ഒരു ചെറിയ ഭാഗം ഉണ്ടായിരുന്നു, അത് ഞാൻ ഇംഗ്ലീഷിലേക്ക് എഴുതിയതാണ്. പിന്നെ മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ, അംബേദ്കറും ഇതുപോലെ തന്നെ അവരുടെ മലയാളം ടെക്സ്റ്റിലെ ഒരു തുള്ളി വെള്ളം എന്തോ പറഞ്ഞിട്ടൊരു കഥ ഉണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ അംബേദ്കറിന്റെ കഥയായിട്ട് എഴുതിയത്. ഇതില് സെക്കൻഡ് വൺ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി, നൊമാഡ് സ്റ്റോറി നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരെണ്ണം അല്ലാതെ എഴുതിയാലും കുഴപ്പമില്ല. പിന്നെ സ്റ്റോറി ദാറ്റ് ഗീവ്സ് സയന്റിഫിക് നോളജ്, അതും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ, അതും അഡോപ്റ്റ് ചെയ്യാം. ബാക്കി കഥകളെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? ഇത് തേർഡ് റെക്കോർഡല്ലേ പറയുന്നത്? അതെ, തേർഡ് റെക്കോർഡാണ്. ഞാൻ ഓരോന്ന് പറയാം. ഞാനിപ്പോ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, എന്റെ റെക്കോർഡും കൂടെ ഞാനൊന്ന് എടുക്കട്ടെ കേട്ടോ. ആ റെക്കോർഡ് ബുക്ക് മാത്രം എവിടെ ഇരിക്കുന്നു കാണുന്നില്ല. എവിടെ ഉണ്ടായിരുന്നു? ബാക്കിയെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. മോറൽ സ്റ്റോറി അതായിരുന്നു ഫസ്റ്റ് വൺ. അപ്പൊ നമ്മള് ഇതെല്ലാം ഒരു കുട്ടികൾക്ക്, ആ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഒന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട്, പക്ഷെ അത് പറയുമ്പോൾ അതിൽ നിന്നൊരു വാല്യൂവും കൂടെ അവരുടെ ഉള്ളിലേക്ക് കിട്ടണം. ആ രീതിയിൽ വേണം നമ്മൾ എല്ലാ കഥയും കാണാനായിട്ട്. ഫസ്റ്റ് ഒരു മോറൽ സ്റ്റോറി എന്നിട്ട് ആ സ്റ്റോറിക്ക് അനുസരിച്ച് ഒരു ടൈറ്റിലും നിങ്ങൾ കൊടുക്കണം, അതിനനുസരിച്ച് ഒരു പിക്ചറും ഒട്ടിക്കണം. ഓക്കെ, ഈ സ്റ്റോറിയിൽ ഞാൻ എഴുതിയത് ഒരു വളരെ ആക്റ്റീവായ സ്മാർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ചായിരുന്നു എഴുതിയത് ഇങ്ങനെയായിരുന്നു. കുട്ടി വളരെ സ്മാർട്ടാണ്, എല്ലാത്തിലും പഠിക്കാനാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവാണ്. ആകെ അവൾക്ക് ഉണ്ടായിരുന്ന ഒരു വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും സമയത്ത് ചെയ്യില്ല, എല്ലാം ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കും. അപ്പൊ അവളുടെ പഠിത്ത സമയത്തൊക്കെ അവൾ അത്രയും ബ്രില്യൻ്റ് ആയതുകൊണ്ട് ലാസ്റ്റ് മൊമെന്റിലേക്ക് വെച്ചാലും അവൾക്ക് നല്ല മാർക്സ് കിട്ടിയിരുന്നു. അങ്ങനെ ഈ കുട്ടി PG കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ എല്ലാവരും അവളോട് പറയും, ഇങ്ങനെ ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കരുത്, സമയത്ത് ചെയ്യണം എന്ന് പറഞ്ഞാലൊന്നും ഒന്നും ശ്രദ്ധിക്കില്ല. പക്ഷെ ഇങ്ങനെ എല്ലാം ലാസ്റ്റ് മൊമെന്റിലേക്ക് വെച്ച്, അപ്പം ആള് മിടുക്കിയായതുകൊണ്ട് പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്ക് കിട്ടി, ലാസ്റ്റ് മൊമെന്റ് പഠിച്ചെഴുതിയിട്ടും. അങ്ങനെയുള്ള PG കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു റെപ്യൂട്ടഡ് ഫേമില് അവൾക്ക് ജോബ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ PG കഴിഞ്ഞ ഉടനെ തന്നെ അവൾ അവിടേക്ക് അവളുടെ ബയോഡേറ്റ അയച്ചു. അപ്പൊ അവൾക്ക് ഇന്റർവ്യൂവിനായിട്ട് കോൾ ലെറ്റർ വന്നു. ആസ് യൂഷ്വൽ ഈ കുട്ടി ലേറ്റ് ആയി ഇന്റർവ്യൂവിന് അവിടെ എത്താനായിട്ട്. കാരണം പ്രീ പ്ലാൻ ചെയ്ത അല്പം നേരത്തെ എല്ലാം ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും ചെയ്തില്ല. സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ബയോഡേറ്റ എല്ലാം ഒരു സമയത്ത് തന്നെ ഓടിച്ചാടി പറക്കി എടുത്തു വെച്ച് ധൃതി പിടിച്ചു പോയി. അവിടെ എത്തിയപ്പോൾ ലേറ്റായി, ഇന്റർവ്യൂ കഴിഞ്ഞിരുന്നു. അങ്ങനെ അവൾക്ക് ആ ചാൻസ് നഷ്ടപ്പെടുവാണ്. അതോടുകൂടി അവൾക്ക് പങ്ക്ച്വാലിറ്റിയുടെ വില മനസ്സിലാവുകയാണ്. അതാണ് ഈ ഒരു കഥയിൽ വരുന്നത്.
ഓക്കെ, ഗുണപാഠം ഉൾക്കൊള്ളുന്ന കഥ. യെസ്, ഇംഗ്ലീഷിൽ തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, അതാണ് ഈ മോറൽ സ്റ്റോറി. ഇപ്പൊ എന്ത് മോറലും നിങ്ങൾക്ക് ആകാം. കൈൻഡ്നസ്, പങ്ക്ച്വാലിറ്റി, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ബി. അതിന്റെ കൂടെ ഒരു മോറൽ കുട്ടിക്ക് കിട്ടണമെന്നേ ഉള്ളൂ, കുട്ടികൾക്ക് കിട്ടണമെന്നേ ഉള്ളൂ. നെക്സ്റ്റ് സെക്കൻഡ് വൺ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് അത് അഡോപ്റ്റ് ചെയ്യാം ആ സ്റ്റോറി. ഇപ്പൊ ഓൾറെഡി ഉള്ള തെന്നാലിരാമന്റെ ഒരു സത്യസന്ധത വരുന്ന, അങ്ങനെ ഹോണസ്റ്റ്, അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ടൈറ്റിൽ കൊടുത്താണ് ഞാൻ ആ കഥ എഴുതിയത്. നെക്സ്റ്റ് പിക്ചോറിയൽ സ്റ്റോറി. പിക്ചോറിയൽ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് പല രീതിയിൽ എഴുതാം. അതായത് ഇപ്പൊ നമ്മളുടെ കഥയില് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന കഥയില് ക്യാറ്റ് ഉണ്ട്, റാറ്റ് ഉണ്ട്, സ്നേക്ക് ഉണ്ടെന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ക്യാറ്റ് എന്ന് നമ്മൾ എഴുതുന്ന ഭാഗത്ത് ക്യാറ്റിന്റെ പിക്ചർ ഒട്ടിക്കാം. കണ്ടിട്ടില്ലേ അങ്ങനത്തെ സ്റ്റോറീസ്? റാറ്റ് എന്ന് എഴുതുന്നതിന് പകരം അവിടെ പിക്ചർ ഒട്ടിക്കാം. ഈ സ്റ്റോറി വായിച്ച് പോകുമ്പോൾ അപ്പൊ സ്റ്റോറിയിൽ വേർഡ്സും ഉണ്ടാകും, ഇതുപോലെ പിക്ചറും ഉണ്ടാകും. ആ ക്യാറ്റ് എഴുതുന്നതിന് പകരം നമ്മളവിടെ പിക്ചർ ഒട്ടിച്ചു വെക്കുന്നു. റാറ്റ് എഴുതുന്നതിന് പകരം റാറ്റിന്റെ പിക്ചർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ഫ്ലവർ ആണെങ്കിൽ ഫ്ലവറിന്റെ പിക്ചർ, കേക്ക് ആണെങ്കിൽ കേക്കിന്റെ പിക്ചർ, ചീസ് ആണെങ്കിൽ ചീസിന്റെ പിക്ചർ, അങ്ങനെ സ്നേക്ക് ആണെങ്കിൽ സ്നേക്കിന്റെ പിക്ചർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പിക്ചർ ഒട്ടിച്ച് മിക്സ് ചെയ്തിട്ടാണോ ചെയ്യേണ്ടത്? അതെ അതെ അതെ, പിക്ചേഴ്സ്. അതായത് സ്റ്റോറി നമ്മൾ വായിക്കുമ്പോൾ ക്യാറ്റ് ഇസ് റണ്ണിങ് എന്നുള്ളൊരു സെന്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ക്യാറ്റിന് പകരം ആ ക്യാറ്റിന്റെ പിക്ചർ ഒട്ടിച്ച് വെക്കണം. അപ്പൊ കുട്ടി റീഡ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ക്യാറ്റ് എന്നുള്ള ഇത് പിക്ചർ മനസ്സിലാവുകയാണെങ്കിൽ അവിടെ ക്യാറ്റ് എന്ന് പറയുമല്ലോ. അപ്പൊ ആ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റോറി ചെയ്യാം. ഇനി അതല്ലാതെ വേറൊരു രീതിയിലും പിക്ചോറിയൽ സ്റ്റോറി ചെയ്യാം. ഇങ്ങനെ സിമ്പിൾ ആയിട്ടല്ലാതെ വേറൊരു രീതിയിലും കൂടെ പിക്ചോറിയൽ സ്റ്റോറി ചെയ്യാം. അതായത് നമ്മൾക്ക് സെന്റൻസ് കുറവായിരിക്കും. ഓരോ ചിലപ്പോ ആ സ്റ്റോറിയിൽ, ഞാൻ എഴുതിയ സ്റ്റോറിയിൽ ഒരു 8ഓളം പിക്ചർ ഉണ്ടായിരുന്നു. പിക്ചർ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക. ഓരോ പിക്ചറിന്റെ അവിടെ ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി ഒറ്റ സെന്റൻസ് എഴുതാം. അങ്ങനെ പിക്ചർ, അതായത് ഫുൾ പിക്ചർ കാണുമ്പോൾ ചില ബാലരമയിലൊക്കെ കാണാറുണ്ടല്ലോ, സെന്റൻസുകളൊന്നും ഉണ്ടാവില്ല, കംപ്ലീറ്റ് പിക്ചർ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. കഥ പറയുന്ന ചിത്രങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ അതിങ്ങനെ ഓരോ പിക്ചറും ഓർഡറിൽ കൊടുക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഒരു എന്താ പറയാ, ഒരു മരത്തില് ഒരു മങ്കി ഇരിക്കുന്നു. ഒരു ഇത് മൃഗങ്ങളെ പിടിക്കുന്ന ഒരാള് താഴെ നിന്നുകൊണ്ട് നോക്കുന്നു. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പില് മങ്കീനെ അയാള് പിടിച്ച് കൂട്ടിലാക്കുന്നു. അപ്പൊ അത് നമ്മൾ പിക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവിടെ പറയേണ്ട കാര്യമില്ല അല്ലെ ആ പിക്ചർ കാണുമ്പോൾ. ആ രീതിയിലും നിങ്ങൾക്ക് പിക്ചോറിയൽ സ്റ്റോറി എഴുതാം. വേണമെങ്കിൽ 1-2 സെന്റൻസ് ആവശ്യമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പിക്ചർ മാത്രം ആയാലും കുഴപ്പമില്ല. ക്ലിയർ ആയോ? എന്നിട്ട് അയാളൊരു വണ്ടിയിലാക്കി പോകുന്നു. ഇറ്റ്സ് ലൈക്ക് അങ്ങനെ, ബോയ് വാസ്, യെസ് കറക്റ്റ്. അങ്ങനെ എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ദാറ്റ്സ് അപ് ടു യു, ഏത് രീതിയിലും എഴുതാം. നെക്സ്റ്റ് നൊമാഡ് സ്റ്റോറി. ഞാൻ ഓൾറെഡി പറഞ്ഞു, നാടോടി കഥകൾ നിങ്ങൾക്ക് ഏതെങ്കിലും അഡോപ്റ്റ് ചെയ്താലും പ്രോബ്ലം ഇല്ല. ചൈനീസ് ആയാലും ജാപ്പനീസ് നാടോടി കഥകളായാലും പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതല്ല ഇനി അല്ലാതെ എഴുതുന്നത്. ഞാൻ എഴുതിയത് ഒരു നൊമാഡായ ഒരു പെൺകുട്ടിയുടെ കഥയായിട്ട് ക്രിയേറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. പേര് കൊടുത്തത് കൈൻഡ് ഹീര എന്നായിരുന്നു പേര് കൊടുത്തത്. ഈ കുട്ടിയുടെ പാരന്റ്സും നാടോടികളാണ്. നാടോടികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നൊമാഡ്സ്. അവരൊരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കില്ല. അവര് എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നവരായിരിക്കും. ആ ജോലി ഒരു ഏരിയയിൽ വന്ന് ചെയ്ത് അത് തീരുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് അവരെല്ലാവരും കൂടെ അങ്ങ് പോകും. ഒരു റെഫ്യൂജീസിനെ പോലെ അങ്ങനെ പോകുന്നവരാണ്. അപ്പൊ ഹീരയുടെ പാരന്റ്സും ഈ ചില ലാടന്മാരെന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ഇങ്ങനെ അവർക്കൊരു പ്രത്യേക രീതിയിലുള്ള മരുന്നുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ മരുന്നുകളും അതുപോലെ തന്നെ ട്രഡീഷണൽ മെഡിസിൻസ് അവരുടെ കയ്യിലുണ്ട്. മരുന്നുകളും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും നടന്നിങ്ങനെ വിൽക്കുന്ന ആൾക്കാരായിരുന്നു ഈ പെൺകുട്ടിയുടെ പാരന്റ്സും. അപ്പൊ പാരന്റ്സ് ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഹീര വേറൊരു സൈഡിലേക്ക് പോകും. അങ്ങനെയുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും മരുന്നൊക്കെ വിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ദാഹം തോന്നുവാണ്. അങ്ങനെ ഇപ്പോ അടുത്ത് കണ്ട ഒരു വീട്ടിൽ കയറി വെള്ളം ചോദിച്ചു. അപ്പൊ ഇച്ചിരി റിച്ച് ആയിട്ടുള്ള ഒരാളുടെ വീടായിരുന്നു. അവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ടായിരുന്നു. അവരിവളെ ഓടിച്ചു, അവിടുന്ന് വെള്ളം കൊടുത്തില്ലേ. അങ്ങനെ അവൾക്ക് വിഷമായി. എന്നാലും അവളത് സാരില്ല എന്ന് മനസ്സിലോർത്ത് അവളുടെ ബാക്കിയുള്ള മെറ്റീരിയൽസ് എല്ലാം വിൽക്കാനായിട്ട് ഇങ്ങനെ പോയി.
തിരിച്ച് അവള് പാരന്റ്സിന്റെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് വീണ്ടും ഈ വീടിന്റെ മുന്നിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള പല ഇൻസിഡൻസ് ഒക്കെ തോന്നും. പക്ഷെ ഇറ്റ്സ് യുവർ ക്രിയേറ്റിവിറ്റി, ഹൗ യു റീമേക്ക്, അതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അതിൽ പോയപ്പോഴേക്കും ആ വീട്ടിൽ നിന്നും ഈ സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുവാണ്. അവള് വേഗം ഓടി അങ്ങോട്ട് ചെന്നപ്പോഴേക്ക് രക്ഷിക്കണേ എന്ന് പറഞ്ഞ കാര്യമാണ്. ഓടി ചെന്നപ്പോഴേക്ക് ഒരു കുട്ടി അവരുടെ വീടിന് മുന്നിലുള്ള പോണ്ടിൽ അങ്ങനെ മുങ്ങി താഴുവോ. അങ്ങനെ ഹീര പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. അപ്പൊ സ്ത്രീക്ക് ഭയങ്കര സമാധാനമായി, അവർക്ക് ഗിൽട്ടി ഫീലിംഗും ആയി. അവളെ നേരത്തെ ഓടിച്ചു വിട്ടതാണല്ലോ. അവര് ക്ഷമ പറഞ്ഞു ഹീരയുടെ അടുത്ത്. എന്നിട്ട് അവളെ അകത്ത് കൊണ്ടുപോയി ഭക്ഷണവും ഒക്കെ കൊടുത്തു, ജ്യൂസൊക്കെ കൊടുത്തു. അപ്പൊ അവൾക്കും ഭയങ്കര സന്തോഷമായി. അവള് ഇൻ റിട്ടേൺ അവർക്ക് കുറെ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തു. ഇതായിരുന്നു ഞാൻ എഴുതിയ ഒരു നൊമാഡ് സ്റ്റോറി. അത് നാടോടി കഥയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. പക്ഷെ നാടോടിയായ ഒരു പെൺകുട്ടിയെ കുറിച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് അപ് ടു യു. നോ പ്രോബ്ലം. നെക്സ്റ്റ് കമ്പാരിസൺ സ്റ്റോറി. ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എങ്ങനെ എഴുതണം എന്നുള്ളത്, എങ്ങനെ ഒരു കമ്പാരിസൺ സ്റ്റോറി എഴുതുന്നു. മാമിനോട് ചോദിച്ചപ്പോൾ മാം പറഞ്ഞു എന്തെങ്കിലും 2 കാര്യങ്ങൾ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്തോളൂ, യു ഡു, അത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് കിട്ടുന്ന ഒരു ആൻസറും സപ്പോർട്ട്. അപ്പോ ഞാനിത് എഴുതി. ഈ കഥ ഞാൻ പല ബാച്ചിലും പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇതുപോലെ സെയിം സ്റ്റോറി കേട്ടിട്ടുണ്ടെന്ന്. ബട്ട് ഞാൻ അങ്ങനെ ഏതെങ്കിലും സ്റ്റോറി ഞാനിത് എഴുതി കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ ആ സ്റ്റോറി കുറെ കാലങ്ങൾക്ക് ശേഷം കേട്ടത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ എഴുതിയത് ജാസ്മിൻ ഫ്ലവറിനെയും അതുപോലെ തന്നെ റോസ് ഫ്ലവറിനെയും കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോ ഇവിടെ ജാസ്മിൻ ഫ്ലവർ ആണ് ഭയങ്കര അഹങ്കാരി, റോസ് ഫ്ലവർ ഒരു പാവാണ്. ആ ഒരു രീതിയിലാണ് കേട്ടോ എഴുതിയത്. ഇത് സെയിം തന്നെ ഒരു കാക്ടസും റോസിന്റെയും കഥ കേട്ടിട്ടുണ്ടെന്നൊക്കെ കുട്ടികൾ പറയണ്ടേ. അപ്പൊ ഇതൊരു കേട്ടിട്ടുണ്ട്. യെസ്. ഇതൊരു ഗാർഡനിൽ നടക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ഗാർഡനിൽ പറിക്കാൻ വരുമ്പോ ഈ മുള്ളു കുത്തിയിട്ട് കുട്ടി പെയിൻ എടുത്തിട്ട് പറിക്കാതെ പോണ അങ്ങനെ എന്തോ ഒരു കഥയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെ അതെ. ഇത് ഞാൻ എഴുതിയത് ഞാൻ പറയാം. ജാസ്മിൻ ഫ്ലവർ ഭയങ്കര ക്വാളിറ്റി, ഭയങ്കര ഒരു അഹങ്കാരിയായിരുന്നു. കാരണം കുറെ ആവശ്യങ്ങൾക്ക് ജാസ്മിൻ ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, കാണാനും ഭംഗിയുണ്ട്, നല്ല മണമുണ്ട്. റോസ് ഫ്ലവറിന്റെ ദേഹത്ത് മുഴുവൻ മുള്ളാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും റോസ് ഫ്ലവറിനെ ജാസ്മിൻ ഫ്ലവർ കളിയാക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ ഈ ഗാർഡന്റെ തൊട്ടടുത്തൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കുട്ടികൾ കളിക്കും. ഒരു ദിവസം കുട്ടികൾ കളിച്ചപ്പോ ഇവരുടെ പന്ത് ഈ ഗാർഡനകത്തേക്ക് പോകുന്നു. ഇവർ പന്ത് എടുക്കാനായിട്ട് വരുമ്പോൾ നിറയെ പൂക്കള് കാണുമ്പോൾ ഡെഫിനറ്റ്ലി അവർ പ്ലക്ക് ചെയ്യൂല, അവർ പറിച്ചെടുക്കും. അങ്ങനെ ഇവര് റോസ് പറിച്ചപ്പോഴേക്കും മുള്ളു കൊണ്ടപ്പോ അവരത് പറിക്കാതെ ജാസ്മിൻ ഫ്ലവറിനെ കുറെ വലിച്ചു പറിച്ച് അങ്ങനെ പോകും. അപ്പൊ ജാസ്മിൻ ഫ്ലവറിന് മനസ്സിലായി, വെജിറ്റബിളിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്. ഓക്കെ, ജാസ്മിൻ ഫ്ലവറിന് മനസ്സിലായി ഓരോ ചെടികളാണെങ്കിലും ജീവികളാണെങ്കിലും അതിലെ മദർ നേച്ചർ ക്രിയേറ്റ് ചെയ്ത് വിട്ടതിന് ഓരോ കാരണങ്ങളുണ്ട്. റോസ് ഫ്ലവറിന് കൊടുത്ത ഒരു പ്രൊട്ടക്ഷൻ ആണ് ആ മുള്ള് എന്നുള്ളത് ജാസ്മിൻ ഫ്ലവറിന് മനസ്സിലാവുകയാണ്. അങ്ങനെ അതിന്റെ അഹങ്കാരം കുറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഞാൻ കഥ അവസാനിപ്പിച്ചത്. സിമിലർ പല സ്റ്റോറീസും നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അപ്പൊ യു ക്യാൻ റൈറ്റ് ഈ കമ്പാരിസൺ സ്റ്റോറി. ചിലര് ഫ്രണ്ട്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, 2 സുഹൃത്തുക്കൾ ഓരോരുത്തരുടെ രീതികൾ അങ്ങനെ കമ്പയർ ചെയ്ത് അങ്ങനെ കുട്ടികൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന കഥകളാണ് ഇതിനകത്തെല്ലാം. ആമയും മുയലിന്റെ കഥകളും പിന്നെ മങ്കി ആൻഡ് ക്രോക്കഡൈലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. സെയിം തന്നെ കോപ്പി ചെയ്യാതെ അതിനെ കുറച്ചുകൂടെ ഇന്നോവേറ്റീവ് ആയിട്ട് ചേഞ്ച് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത കുട്ടികളുണ്ട്. അതായത് ആമയും മുയലും എപ്പോഴും നമ്മൾ എന്താ കേൾക്കുക, ആമയും മുയലും കഥയില് മുയൽ ഉറങ്ങിപ്പോയി ആമ ജയിച്ചു. അപ്പൊ എവറി ടൈം നമ്മൾ അത് ഇങ്ങനെ കുട്ടികളത് ഇങ്ങനെയല്ലേ കേൾക്കുന്നേ, മുയൽ ഭയങ്കര അഹങ്കാരിയായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ചിലരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ഫ്രണ്ട്സ് ആവുന്നതും തമ്മിൽ സപ്പോർട്ട് ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും ആ രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓട്ട മത്സരത്തിന് പകരം സ്വിമ്മിങ് കോമ്പറ്റീഷൻ വെച്ചു. അങ്ങനെ മുയലിന് പെട്ടെന്ന് മുങ്ങിപ്പോയി, ആമ വേഗം മുയലിനെ രക്ഷിച്ചു, ആമയുടെ പുറത്ത് വെച്ച് മുയലിനെ കൊണ്ടുപോയി. അങ്ങനെയൊക്കെ ഭയങ്കര ഹാപ്പി എൻഡിങ് ആയിട്ട് ഒക്കെ കഥകള് കുട്ടികൾ ക്രിയേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ നോക്കാം. 2 സംഭവങ്ങൾ ഇങ്ങനെ കമ്പാരിസൺ ചെയ്തിട്ടാണോ എഴുതേണ്ടത്? 2 സംഭവങ്ങളോ 2 ഒബ്ജക്റ്റോ 2 വ്യക്തികളോ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എഴുതും. കമ്പാരിസൺ നമുക്ക് അതിനകത്ത് വരണമെന്നേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ലോങ് സ്റ്റോറി എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയത് 2 ടിൻസിനെ കുറിച്ചായിരുന്നു. ടിൻസിനെ കുറിച്ചായിരുന്നു. ബോയ് ആൻഡ് ഗേൾ ആയിരുന്നു.
ലോങ് സ്റ്റോറി, ബാക്കി എല്ലാ കഥകളും ഒറ്റ പേജിൽ നിന്നു, ചെറിയ ചെറിയ കഥകളായിരുന്നു. ഈ കഥ മാത്രം രണ്ട് രീതിയിൽ, രണ്ട് ഇൻസിഡന്റ് പോലെ, രണ്ട് സിറ്റുവേഷൻ പോലെ ആക്കിയിട്ട് കുറച്ച് അധികമുള്ള രീതിയിൽ 2 പേജ് വരുന്ന രീതിയിൽ ലോങ് സ്റ്റോറി എന്ന് പറഞ്ഞ എഴുതി. സിബ്ലിങ്സ് ആയിരുന്നു, അവർ ഭയങ്കര ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, ബോയ് ആൻഡ് ഗേൾ ആണ്. പേരൊക്കെ അപ്പൊ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടില് അച്ഛനും അമ്മയും ഗ്രാൻഡ് പാരന്റ്സും ഉണ്ട്. അപ്പൊ വീട്ടിലെ ഒരു സിറ്റുവേഷനും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതേപോലെ സിറ്റുവേഷനിൽ നമ്മുടെ മക്കൾ ആരെങ്കിലും ഉണ്ടായിരിക്കും. അമ്മ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അമ്മയെ അച്ഛനെ സഹായിക്കുന്നു, അങ്ങനെയൊക്കെ കുറെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നു. പിന്നെ ഗ്രാൻഡ് പാരന്റ്സിനെ അച്ഛനും അമ്മയും കൂടി ടേക്ക് കെയർ ചെയ്യുന്നു, കുട്ടികൾ ഗ്രാൻഡ് പാരന്റ്സുമായിട്ട് കളിക്കുന്നു, എല്ലാ മാസവും അച്ഛൻ ഗ്രാൻഡ് പാരന്റ്സിനെ കൊണ്ട് മെഡിക്കൽ ചെക്കപ്പിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് എഴുതിയിരിക്കുന്നത്. പിന്നെ അവരെ ഒരുമിച്ച് പ്രെയർ ചെയ്യുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ അങ്ങനെ പിക്ചേഴ്സ് വേണം, യെസ് പിക്ചേഴ്സ് ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനെ കുറെ നമ്മുടെ ആ ഫാമിലിയിൽ വരുന്ന ഒത്തിരി നല്ല മൊമെന്റ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് സ്റ്റോറിയിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് സംഭവിക്കുന്നത് കുട്ടികൾ വളരെ സ്നേഹത്തോടെയാണ് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ അവര് വേഗം കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ച് ഹോംവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് അവർ കളിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ. പിന്നെ പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും ആയിട്ട് പ്രെയർ ഒക്കെ ചെയ്ത് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കും, എന്നിട്ട് കിടന്നുറങ്ങും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ വീക്കെൻഡ്സ് അച്ഛൻ ഗ്രാൻഡ് പാരന്റ്സിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയിരിക്കുകയായിരുന്നു. അമ്മ ഇവർക്ക് വേണ്ടിയിട്ട് കുക്കീസ് ഉണ്ടാക്കുമായിരുന്നു. കുക്കീസ് ഉണ്ടാക്കി കുട്ടികൾ ഗാർഡനിൽ ഇരുന്ന് കളിക്കുമായിരുന്നു. കുക്കീസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അമ്മ അവർക്ക് അത് കഴിക്കാനായിട്ട് കൊണ്ടുകൊടുത്തു. അപ്പൊ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാക്ക ഇത് തട്ടിപ്പറിക്കാനായിട്ട് വന്നു. അപ്പൊ കുഞ്ഞ് മോളല്ലേ, ആ മോളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചപ്പോ അവളുടെ കയ്യില് ഭയങ്കര ഒരു മുറിവുണ്ടായി. അപ്പൊ അങ്ങനെ ചെയ്ത ആ ഒരു ഷോക്കില് കുട്ടി പെട്ടെന്ന് അങ്ങ് ബോധം കെട്ട് വീഴും. അപ്പൊ മറ്റേ മോൻ ഇങ്ങനെ ടെൻഷൻ ആവുന്നതും അമ്മ അടുത്ത നൈബർ ഒരാളുടെ സഹായത്തോടു കൂടി, അച്ഛനില്ലല്ലോ, സഹായത്തോടു കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഈ മോൻ അവളുടെ അടുത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും കൈപിടിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ സ്റ്റോറിയിൽ പറയുന്നത്. അവർക്കും അവരുടെ സിബ്ലിങ്സിനോടുള്ള ആ ഒരു ഇത് അതൊക്കെ വരുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി, എന്റെ വീട്ടിലേക്ക് അവർ തിരിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു കഥയായിരുന്നു. ആ രീതിയിലാണ് ലോങ് സ്റ്റോറി എഴുതിയത്. പിന്നെ സ്റ്റോറി സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നമ്മൾ പിക്ചോറിയൽ സ്റ്റോറി പറഞ്ഞില്ലേ, പിക്ചർ ആയിരിക്കണം എന്ന്. ഇത് കഥ പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സോങ് പോലെ ആ കഥ മുഴുവൻ പറയണം, ആ രീതിയിൽ. ഞാൻ ഇതിൽ ചെയ്തത് ഒരു ഫാർമറിനെയും ഒരു പാരറ്റിനെയും കുറിച്ചായിരുന്നു. അത് ആ ഒരു സോങ് പോലെ തന്നെ എഴുതിയിരുന്നു. അതായത് പാരറ്റിനെ ഫാമർ പിടിച്ചുകൊണ്ട് വന്ന് കേജിലിട്ടു, പാരറ്റിനോട് എനിക്ക് വേണ്ടി പാട്ട് പാടൂ എന്ന് പറയുന്നു. പക്ഷെ പാരറ്റ് എപ്പോഴും ലെറ്റ് മീ ഫ്രീ അങ്ങനെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫ്രീ ആക്കി വിടാനായിട്ട്. അയാളത് ശ്രദ്ധിക്കില്ല. എനിക്ക് വേണ്ടി പാട്ട് പാടണം എന്നിങ്ങനെ പറയണു. അങ്ങനെ അയാള് വീടിന്റെ മുറ്റത്തുള്ള ഒരു മരച്ചുവട്ടിൽ കിടന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ മയങ്ങുമ്പോ ഒരു പാമ്പ് ഇയാളുടെ അടുത്തേക്ക് ഇങ്ങനെ വരണത് പാരറ്റ് ഇങ്ങനെ കാണുന്നു. പാരറ്റ് വേഗം ഉറക്ക വിളിച്ചു പറയും, അങ്ങനെ എഴുന്നേക്കോ, വീടിനകത്തേക്ക് പോവും, ഇത് സ്നേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അയാൾ ഞെട്ടി എണീക്കുമ്പോൾ പാമ്പിനെ കാണുന്ന അയാൾ ഓടി വീടിനകത്ത് കയറും. അത് കഴിയുമ്പോൾ അയാൾ വന്ന് പാരറ്റിനെ ഫ്രീ ആക്കുകയാണ് ചെയ്യുന്നത്. പാരറ്റ് ഐ വാണ്ട് ടു ഫ്ലൈ ഹൈ എന്നൊക്കെ പറഞ്ഞ് പാടി അങ്ങനെ പോകുന്നു. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു കഥ നിങ്ങളൊരു സോങ് പോലെ പ്രിപ്പയർ ചെയ്ത് ചെയ്യണം. 12 to 18 ലൈൻസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും പിക്ചേഴ്സ് വേണം. പിന്നെ സ്റ്റോറി ദാറ്റ് ഗീവ്സ് സയന്റിഫിക് നോളജ് ഞാൻ പറഞ്ഞല്ലോ, റോൺജൻ എക്സ്റേയുടെ കണ്ടുപിടുത്തം, ആ ഒരു ഇൻസിഡന്റ് ആണ് ഞാൻ സ്റ്റോറി ആയിട്ട് എഴുതിയത്. പിന്നെ മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ, അത് ഡോക്ടർ ഭീംറാവ് രാംജി അംബേദ്കർ എന്ന് പറഞ്ഞ BR അംബേദ്കർ ഉണ്ടല്ലോ, അംബേദ്കറിനെ കുറിച്ചാണ് എഴുതിയത്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം അനുഭവിച്ച ഒരു തിക്ത അനുഭവം, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. സ്കൂളിൽ നിന്നും വരുന്ന വഴിക്ക് വല്ലാതെ ദാഹിച്ചു. അപ്പൊ അവിടെ ഒരു കിണറുണ്ടായിരുന്നു. കിണറിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് വന്നപ്പോൾ നാട്ടുകാരെല്ലാരും കൂടെ അവനെ അടിച്ചു ഓടിക്കാനായിട്ട് വന്നു. കാരണം അവന്റെ ലോ കാസ്റ്റ് ആണ്, അത് ഹയർ കാസ്റ്റുകാർ യൂസ് ചെയ്യുന്ന കിണറാണ്, അത് തൊട്ട് അവൻ അശുദ്ധമാക്കി എന്ന് പറഞ്ഞിട്ടാണ് അവരെ ഓടിക്കുന്നത്. അപ്പൊ അവന് ഭയങ്കര വിഷമാവാണ്. ഇങ്ങനെയുള്ള ഒരു രീതിയെ ഞാൻ മാറ്റും എന്ന് അവനവിടെ ഇരുന്നുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കുക. അദ്ദേഹമാണ് പിൽക്കാലത്ത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെട്ട ഡോക്ടർ BR അംബേദ്കർ എന്നുള്ള രീതിയിലാണ് കഥ എൻഡ് ചെയ്തത്.
പിന്നെ സ്റ്റോറീസ് അബൌട്ട് അനിമൽസ് ആൻഡ് ബേർഡ്സ്. ഇത് ഞാനൊരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥയായിട്ടാണ് ഇത് എഴുതിയത്. ഇതിന്റെയും സിമിലർ സ്റ്റോറിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിലൊരു ക്രോ ഉണ്ട്, ഒരു ഡീർ ഉണ്ട്, ഒരു സ്നേക്ക് ഉണ്ട്. അപ്പോൾ ഈ ക്രോവും ഡീറും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അവര് ഒരു മരച്ചുവട്ടിലാണ് ക്രോ താമസിച്ചിരുന്നത്. അതിന്റെ അടുത്തൂടെ ഒരു പുഴയുണ്ട്. ഡീർ കുറച്ച് ബുഷി ആയിട്ടുള്ള ഏരിയയിലാണ്, അതിനടുത്ത് തന്നെ. അപ്പോൾ ഇത് വെള്ളം കുടിക്കാനായിട്ട് ഡീർ എപ്പോഴും ഈ ഒരു പുഴയുടെ അവിടെ വരും. ക്രോവുമായിട്ട് കുറെ സമയം സംസാരിച്ച് അവരങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു ദിവസം ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞു പാമ്പ് ഏതോ ഒരു ഈഗിളിന്റെ കാലിൽ നിന്ന് ഇങ്ങനെ നേരെ താഴേക്ക് വന്ന് വീഴും. ഈഗിൾ ഇങ്ങനെ പിടിച്ചത് കാരണം അതിന്റെ ദേഹത്ത് മുഴുവനും മുറിവുകളായിട്ട് വല്ലാതെ വിഷമിക്കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഡീർ ഓടിപ്പോയിട്ട് കുറെ പച്ചിലയൊക്കെ പറിച്ച് മരുന്നൊക്കെ കൊണ്ടുവരും. ക്രോയും ഡീറും കൂടെ ഒരുമിച്ചിരുന്ന് അത് മരുന്നൊക്കെ വെച്ച് കെട്ടി, ആ മുറിവിലൊക്കെ വെച്ച് കെട്ടി ആ സ്നേക്കിനെ അവര് ടേക്ക് കെയർ ചെയ്യും. അങ്ങനെ അതിന്റെ മുറിവൊക്കെ ഉണങ്ങും. അങ്ങനെ അവര് 3 പേരും പിന്നെ ഭയങ്കര കൂട്ടാവുന്നു. ആ സ്നേക്ക് അവിടെ ഒരു ആ ക്രോയുടെ മരത്തിന്റെ പൊത്തില് തന്നെ താമസിക്കുന്നു. അങ്ങനെ ഇവര് 3 പേരും ഹാപ്പി ആയിട്ട് അങ്ങനെയുള്ള ഒരു സ്റ്റോറി ആയിരുന്നു എഴുതിയത്. പിന്നെ നെക്സ്റ്റ് എനി അതർ സ്റ്റോറി, അതെന്താ എഴുതിയതിനെ ഓർമ്മയില്ല കേട്ടോ. ഏതെങ്കിലും ഒരു സ്റ്റോറി, എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തീമില് ഒരു സ്റ്റോറി എഴുതാം. ഓക്കെ, ഇനി ഇത് ഇത്രയും വരെയുള്ള സ്റ്റോറീസിന്, അതായത് ഇപ്പൊ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞത് വരെയുള്ളതിന് പിക്ചർ മതി. ലാസ്റ്റ് 3 എണ്ണം ഉണ്ട്, അതിന് പിക്ചർ വേണ്ട. നോവൽ, ഡ്രാമ, മൈം. നോവൽ. അപ്പൊ നോവൽ എഴുതുന്ന എങ്ങനെയാന്ന് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു തീമായിരിക്കണം. അതിനെ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 3 ഇല്ലിസ്ട്രേഷൻ ഓരോ ചാപ്റ്ററിലും. അങ്ങനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. 3 ഇല്ലിസ്ട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പിക്ചേഴ്സ് ആട്ടോ. ഓരോ ചാപ്റ്ററിനും ഒരു പിക്ചറെങ്കിലും ഒട്ടിച്ചാൽ മതിയാകും, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ എനി അതർ സ്റ്റോറി എന്ന് പറഞ്ഞത് ഓർമ്മ വരുന്നതാണ്, നോക്കട്ടെ, ഓർക്കുമ്പോ പറയാട്ടോ. ഓക്കെ, നോവല് അതുപോലെ ചാപ്റ്റർ ആയിട്ട് തിരിച്ചിട്ട് നോവല് എഴുതണം. അപ്പം ഒരു 2 ചാപ്റ്ററോ 3 ചാപ്റ്ററോ എത്രയെങ്കിലും ഒക്കെ ആയിട്ട് ചാപ്റ്റർ ആയിട്ട് തിരിക്കുക. സ്റ്റോറി പോലെ ചെറുതായിരിക്കില്ലല്ലോ നോവല്, കുറച്ചധികം ഉണ്ടായിരിക്കും. ഏതായിരുന്നു മറന്നു. നെക്സ്റ്റ് ഡ്രാമ സ്ക്രിപ്റ്റ്. ഡ്രാമ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നാടകങ്ങളിൽ നമ്മൾ എങ്ങനെയാ കോൺവെർസേഷൻ ആയിരിക്കും അല്ലെ, ഡയറക്റ്റ് സ്പീച്ച് ആയിരിക്കും, കോൺവെർസേഷൻ ആയിരിക്കും. ഞാൻ എഴുതിയ ഡ്രാമയില് ഒരു ഫാമിലിയാണ്, അച്ഛൻ, അമ്മ, ഒരു മോള്. ഇവര് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും അച്ഛന്റെ ജോലി സംബന്ധമായിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് വന്ന് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ അവൾക്ക് അവിടെ ഫ്രണ്ട്സ് ഒന്നുമില്ല. അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ്, അവൾക്ക് ഇവിടെ ഫ്രണ്ട്സ് ഇല്ലല്ലോ, നമ്മളൊക്കെ എവിടെയെങ്കിലും അവളെ കൊണ്ടുപോകാം. അപ്പൊ അച്ഛൻ പറയും, ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊന്ന് ചോദിക്കട്ടെ, ഇവരടുത്ത് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ പ്ലേസ് ഏതാന്നൊക്കെ. അപ്പൊ അച്ഛൻ ഫ്രണ്ട്സിനെ ഇങ്ങനെ ഫോൺ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ അടുത്തൊരു പാർക്ക് ഉണ്ടെന്ന് അറിയുന്നു. അങ്ങനെ ഫസ്റ്റ് സീൻ 1 കാണിക്കുന്നത് അവരുടെ വീടാണ്, ഹോം. എന്റെ അമ്മ ചെന്ന് മോളോട് പറയാണ്, നമുക്ക് ഈ വീക്കെൻഡ് പാർക്കിൽ പോവാം, ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ സീൻ 2 കാണുന്നത് പാർക്കാണ്. പാർക്കിലേക്ക് ഇവര് ചെല്ലുമ്പോ കാണാം കുറെ കുട്ടികൾ ഇങ്ങനെ പല ഊഞ്ഞാലാടുന്നു, സീസോയിൽ കളിക്കുന്നു, അങ്ങനെ കുറെ മങ്കി പാർക്കിൽ കളിക്കുന്നു, കുറെ പേര് അവിടെ ബോൾ കളിക്കുന്നു, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ആളുകൾ നടക്കുന്നുണ്ട് അതിലെ. പിന്നെ ഒരു പ്രായമായ ഒരാള് അവിടെ പാർക്കിലെ ബെഞ്ചിലിരുന്ന് പത്രം വായിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇവളിങ്ങനെ ഒബ്സർവ് ചെയ്ത് ഇവള് മറ്റേ കുട്ടികളുടെ കൂടെ പോയി കളിക്കട്ടെ എന്ന് പറഞ്ഞ അച്ഛനോടും അമ്മോടും പെർമിഷൻ വാങ്ങുന്നു. അപ്പൊ അവര് ചോദിക്കുന്നു, ദൂരേക്ക് പോകരുത്, ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റണം, ആ ഒരു രീതിയിൽ ഇരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവള് യെസ് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് കളിക്കാൻ പോവാണ്. പോകുന്ന വഴിക്ക് അവള് ഈ പ്രായമായ ആളെ കാണുമ്പോൾ പുള്ളിയെ വിഷ് ചെയ്യും, പക്ഷെ പുള്ളിക്കാരനെ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ കുട്ടികൾ ഇങ്ങനെ ബോൾ എടുത്ത് കളിക്കുകയാണ്. കുറെ നേരം അവർ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഏജ്ഡ് ആയിട്ടുള്ള ആള് കുട്ടികളെ വഴക്ക് പറഞ്ഞു, എന്തൊരു ഒച്ചയുണ്ടാക്കുന്നത്, എന്തൊരു ഡിസ്റ്റർബൻസ് ആണെന്നൊക്കെ പറയുമ്പോഴേക്കും കുട്ടികൾക്ക് ആകെ വിഷമവും. എന്നാൽ അവര് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ കുറച്ച് മാറി നിന്ന് കളിക്കും. അതാണ് സീൻ 2. അത് കഴിഞ്ഞ് വീണ്ടും സീൻ 3, അത് വീണ്ടും വീടാണ്.
അവർ തിരിച്ച് പാർക്കിൽ നിന്ന് വരുവാണ്. അപ്പൊ ഇവള് പറയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി, എനിക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടി, നമുക്ക് എല്ലാ വീക്കെൻഡ്സിനും പോകണം എന്നൊക്കെ പറഞ്ഞ് അച്ഛനോടും അമ്മോടൊക്കെ പറഞ്ഞ് അവര് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നു. നെക്സ്റ്റ് സീൻ 4 അഗെയിൻ പാർക്കാണ് കേട്ടോ. അവള് വീണ്ടും കളിക്കാനായിട്ട് ഓടി വരുന്നു. അപ്പൊ ലാസ്റ്റ് വീക്ക് വന്നപ്പോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായല്ലോ, അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലാനായിട്ട് പോകുമ്പോൾ വീണ്ടും ഈ പ്രായമായ മനുഷ്യൻ അവിടെ ബെഞ്ചിലിരുന്ന് പത്രം വായിക്കുന്നുണ്ട്. ആള് കാണുമ്പോൾ വീണ്ടും വിഷ് ചെയ്യുമ്പോഴേക്കും അയാള് മൈൻഡ് ചെയ്യില്ല. അപ്പോഴും അവൾക്ക് വിഷമം തോന്നും. അവള് പിന്നെ ഓക്കെ എന്തെങ്കിലും വേറെ മൂഡിലിരിക്കാന്ന് വെച്ചിട്ട് കുട്ടിയല്ലേ, അവള് പോയി മറ്റു കുട്ടികളുടെ ഒപ്പം ഇങ്ങനെ കളിക്കുമായിരുന്നു. പെട്ടെന്നായിരുന്നു ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നത്. ഭയങ്കര ഇടിയും മിന്നലും മഴയും തുടങ്ങും. അപ്പൊ കുട്ടികളെല്ലാരും കൂടെ വേഗം ഓടി ഷെൽട്ടർ ഹോം പോലെ അങ്ങനെ അവിടെ ഒരു ചെറിയ ഹട്ട് പോലെയൊക്കെയുള്ള സ്ഥലമുണ്ട്, അവിടെ കയറി എല്ലാരും കൂടെ ഓടിപ്പോയി നിൽക്കും. പക്ഷെ ഈ പ്രായമായ മനുഷ്യന് പെട്ടെന്ന് എണീറ്റ് ഓടി അങ്ങനെ ഒരു ഷെയ്ഡിലേക്ക് പോയി നിൽക്കാനായിട്ട് പറ്റിയില്ല. അയാള് എണീറ്റതും അയാൾ വീണു. ഇത് കണ്ടുകൊണ്ട് കുട്ടികൾ ഓടി വന്ന് അയാളെ എണീപ്പിച്ച് അയാളെ കൊണ്ടുപോയി അവിടെ ഇരുത്തി. ഒരു ടവൽ ആരോ കൊണ്ടുവന്നു, അയാളെ തുടപ്പിച്ചു. പിന്നെ ഇവരുടെ പാരന്റ്സ് ആരോ പോയിട്ടൊരു ചൂട് ചായ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇയാൾക്ക് കൊടുക്കും. ഇയാളുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകും. അയാള് കുട്ടികളോട് ക്ഷമ ചോദിക്കും. എന്നിട്ട് അവരെല്ലാം ഹഗ് ചെയ്യും. ഇപ്പൊ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാകും. അങ്ങനെ അവരും അയാളെ ഹഗ് ചെയ്യും. അങ്ങനെയാണ് ആ ഒരു ഡ്രാമ എൻഡ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. മൈം സ്ക്രിപ്റ്റും ആ ഒരു എനി അതർ സ്റ്റോറിയും എന്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല. ഒരു സ്റ്റോറി ഞാൻ എഴുതിയത് ഇതായിരുന്നു. അതായത് മൈം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. മൈമില് നമുക്ക് ആക്ഷൻസ് മാത്രമേ ഉള്ളൂ അല്ലെ. കുട്ടികൾ ആ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡ്രസ് ഇട്ട് മുഖത്തും പെയിന്റൊക്കെ അടിച്ച് അങ്ങനെയൊക്കെയാണ് മൈം ചെയ്യുന്നത്. നമ്മളിവിടെ എഴുതേണ്ടത് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു നല്ലൊരു മോറൽ വാല്യൂ വരുന്ന ഒരു കഥ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതി വെക്കുക. നമുക്ക് ക്ലാസ്സിലെ കുട്ടികളെ വേണമെങ്കിൽ ചിരിക്കാം. ഈ എനി അതർ സ്റ്റോറി മൈം ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു കഥ എഴുതിയത് ഒരു അച്ഛൻ, അമ്മ, ഒരു മോള്. ഇവര് ചെറിയ എന്താ പറയാ വളരെ സാധു കുടുംബത്തിലാണ്. രണ്ടുപേരും പണിക്കൊക്കെ പോയിട്ടാണ് അവർ കഴിഞ്ഞു പോകുന്നത്. എന്നാലും വളരെ ഹാപ്പി ആയിട്ട് അവർ കഴിഞ്ഞു. കുട്ടിയുടെ ബർത്ത്ഡേ വരുവാണ്. ബർത്ത്ഡേ വരാൻ നേരത്ത് അവൾ അച്ഛനോട് പറയും, ഞാൻ എന്നാ ഷോപ്പിൽ കാണിച്ചു തന്ന ആ ഡോള് തന്നെ എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു വിലക്കൂടിയ ഡോളായിരുന്നു. അപ്പം അച്ഛൻ അറിയാം അത്രയും കാശ് ആളുടെ കയ്യിലില്ല. അപ്പൊ പറയും മോൾക്ക് ഞാൻ വേറെ സാധനം വാങ്ങിച്ചിട്ടാണ് ഡോള് പിന്നെ വാങ്ങിച്ചു തരാന്ന് പറയുമ്പോ ഇവള് പറയും, ഇവള് സമ്മതിക്കില്ല. അമ്മയും അത് തന്നെ പറയും. ഇവള് വാശി പിടിച്ച് പോയി ഭക്ഷണം കഴിക്കാതെ പോയി കിടന്നുറങ്ങും. അപ്പൊ പാരന്റ്സിന് ഭയങ്കര വിഷമായി. അപ്പൊ അവര് പറയും, അവൾക്ക് ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ഡോളാണല്ലോ, അതെങ്ങനെയാ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുക. അച്ഛൻ പറയും, ഞാൻ എന്റെ വാച്ച്, പഴയ വാച്ചാണ്, വാച്ച് വിൽക്കാം. അമ്മ പറയും, ഞാൻ ഇങ്ങനെ പിഗി ബാങ്ക് കോയിൻസ് ഒക്കെ ഇട്ട് വെക്കുന്ന അത് ഉണ്ടല്ലോ, അത് ഞാൻ പൊട്ടിക്കാം, ബ്രേക്ക് ചെയ്യാന്ന് പറയും. പക്ഷെ ഇവള് ഉറങ്ങിയിട്ടുണ്ടായില്ലായിരുന്നു. അവള് ഓവർ ഹിയർ ചെയ്യും, ഇവര് സംസാരിക്കുന്ന ഇവള് കേൾക്കും. കേട്ടപ്പോഴേക്കും ഇവൾക്ക് ഭയങ്കര സങ്കടം വരും, കരച്ചിൽ വരും. ഇവൾ ഓടിച്ചെന്ന് അവര് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് പറയും, എനിക്ക് ഡോള് വേണ്ട, എനിക്ക് നിങ്ങളുടെ സ്നേഹം മതി, അതാണ് എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു സീനാണ്. അത് ഞാൻ മൈമായിട്ടാണോ എഴുതിയത്, എനി അതർ സ്റ്റോറി ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. മേ ബി എനി അതർ സ്റ്റോറി അല്ലെങ്കിൽ ലോങ് സ്റ്റോറിയില് ഏതോ ഒരെണ്ണം ഞാൻ എഴുതിയത് ഇതായിരുന്നു. ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്ന വഴിയിലൊരു പൂച്ചക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് നോക്കുമ്പോൾ അതിലിങ്ങനെ മുറിവേറ്റിട്ടുണ്ടാവും. അതിനെ അത് വീട്ടിലേക്ക് കൊണ്ടുപോകും, മുറിവ് വെച്ച് കെട്ടും, അങ്ങനെ അതുമായിട്ട് കളിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു പൂച്ചയുടെ കഥയും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഏതോ. ഇതിൽ നോവൽ, ഡ്രാമ, മൈം, ഇതിന് പിക്ചേഴ്സ് വേണ്ട. ഡ്രാമ കോൺവെർസേഷൻ ടൈപ്പ് ആയിരിക്കണം. ഫാദർ ഇങ്ങനെ പറയുന്നു, അങ്ങനെ ഡയറക്റ്റ് സ്പീച്ച്. കുട്ടി ഐ വാണ്ട് ടു പ്ലേ, ജസ്റ്റ് അവൾ എന്താണോ പറയുന്നത് ആ രീതിയിൽ തന്നെ ആയിരിക്കണം സെന്റൻസ് വരേണ്ടത്. ഡ്രാമ ആ രീതിയിലായിരിക്കണം. മൈമ് നല്ലൊരു തീം വരുന്നത്, അതായത് അവര് ആക്ഷനിലൂടെ കാണിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് നല്ലൊരു മെസ്സേജ് കിട്ടുന്ന ഒരു സ്റ്റോറി ആയിരിക്കണം മൈമിൽ ഉണ്ടാകേണ്ട സ്ക്രിപ്റ്റ്. ഓക്കെ, ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ സ്റ്റോറി എഴുതാനുള്ള? എഴുതും, എല്ലാവർക്കും പറ്റും, എല്ലാവരും എഴുതും. എല്ലാവരും ആദ്യം പറയൂ എനിക്ക് അങ്ങനെ പറ്റും, പിന്നെ അവര് തന്നെ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴേക്കും കുറെ ഐഡിയാസ് വരുന്നു. ഇനി ഇതുപോലെ തന്നെ കഥകള് ഈ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ എഴുതിയ കഥ പോയി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, അവർ വീണ്ടും വീണ്ടും പറയുന്നത്. അങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന് പോയ
ആ കഥ പറഞ്ഞ അന്ന് തുടങ്ങി കഴിയുന്ന അന്ന് വരെയും കുട്ടികള് പറഞ്ഞതാന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമായിരുന്നു എന്ന് പറഞ്ഞു. അതിലൊരു കുട്ടി പറഞ്ഞൊരു കഥയായിരുന്നു. അത് പറഞ്ഞു ഞാൻ തന്നെ എഴുതിയതാ, പക്ഷേ ഈ കുഞ്ഞു കുട്ടികൾക്ക് ഇത് ഡൈജസ്റ്റ് ആകുമോ എന്നുള്ളത് എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. കഥ ഇതായിരുന്നു, ഒരു ബോയ് അവന്റെ ഗ്രാൻഡ് ഫാദറിനെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കുന്നതും കളിയാക്കുന്നതുമായിട്ടായിരുന്നു അതിന്റെ കഥ. അങ്ങനെ ഒരു പ്രാവശ്യം എന്തോ ഒരു ഇൻസിഡന്റ് നടന്നു, കുട്ടിക്ക് ഭയങ്കര ഗിൽറ്റി ഫീൽ ആവുന്നു. അതിനുശേഷം അവന്റെ ഗ്രാൻഡ് ഫാദറിനെ പറ്റിച്ചിട്ടില്ല, വളരെ സ്നേഹത്തോടു കൂടി ആണ് പെരുമാറുന്നത്. ആ ഒരു രീതിയിൽ വരുന്ന ഒരു കൺസെപ്റ്റിലുള്ള ഒരു കഥയായിരുന്നു. ആ ഒരു ട്രെയിനി പറയുകയാണ്, ഞാൻ ആ കുഞ്ഞു മക്കളുടെ അടുത്ത് ആ കഥ പറഞ്ഞു കൊടുത്തപ്പോ അവരെല്ലാരും മിണ്ടാതെ ഇരുന്നത് കേട്ടു എന്ന്. അത് കേട്ടത് പിറ്റേ ദിവസം ചെന്നപ്പോഴും റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. മേ ബി അവരുടെ ഏതെങ്കിലും ലൈഫിലെ സിറ്റുവേഷനായിട്ട് ഇവർ കണക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഒട്ടും എന്താ പറയാ കളർഫുള്ളോ ഇൻട്രസ്റ്റിങ്ങോ അങ്ങനെ ആയിട്ടുള്ള ഒരു കഥ അല്ലാതിരുന്നിട്ടും കൂടി അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർക്ക് വിഷമം വന്നു, ഗ്രാൻഡ് പാരന്റിനെ കളിയാക്കി. അപ്പൊ അങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മുടെ വോയിസ് മോഡുലേഷൻ ഒക്കെ ആ ഒരു രീതിയിലാക്കി വേണം. പിന്നെ ഇതില് പല സ്റ്റോറീസിലും അനിമൽ ക്യാരക്ടേഴ്സ് വരുന്ന സ്റ്റോറീസ് വരെയുണ്ട് അല്ലെ. പൂച്ച, അതുപോലെ തന്നെ ബേർഡ്സ്, സ്നേക്ക്, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളുടെ കഥയിലെ ക്യാരക്ടർ എന്താണോ അതിനനുസരിച്ചുള്ള ഫേസ് മാസ്കുകളില്ലേ, മാസ്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഫിംഗറിൽ ഇങ്ങനെ ക്യാപ്പ് പോലെ ഇടുന്ന രീതിയിലുള്ള അങ്ങനെയും ചെയ്യാം. അതിന്റെ ഷേപ്പ് വരച്ച് ഫിംഗറിൽ ഇങ്ങനെ ക്യാപ്പ് പോലെ ഇടുന്ന രീതിയിലായിട്ട് സെക്യൂർ ചെയ്ത് കഴിഞ്ഞ് അപ്പൊ നമുക്ക് ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് അവർക്ക് കഥ പറഞ്ഞു കൊടുക്കാം. ക്യാരക്ടർ ഏതാണോ വരുന്ന ആ ഫിംഗർ കാണിച്ച് അങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ക്രിയേറ്റിവിറ്റി. ഓക്കെ, സ്റ്റോറിയുടെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? റെക്കോർഡ് എവിടെ വെച്ചു എന്ന് ഓർമ്മയില്ല. ഓക്കെ, സമയം കളയാതെ ഇരുന്ന് എഴുതുക കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾക്ക് ലാസ്റ്റ് മൊമെന്റ് വെക്കുമ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ അത്രയും നമുക്ക് ഇമാജിനേഷൻ ഭംഗിയായിട്ട് എഴുതാൻ പറ്റില്ല കഥ. നമ്മൾ എന്തെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലെയല്ലല്ലോ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ചെയ്ത് തുടങ്ങുക, ലേറ്റ് ആക്കരുത്. നോവൽ, ഡ്രാമ, മൈം. എല്ലാ ഡ്രാമ മൈമിന് പിക്ചേഴ്സ് വേണ്ട, നോവലിന് ഓരോ ചാപ്റ്ററിനും ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഓക്കെ മാം, ഒരു ഡൗട്ട്. 4th റെക്കോർഡില് ഷോ ദ വേ പറഞ്ഞിട്ടൊരു ഇതില്ലേ, അത് എന്തിനെ കുറിച്ചിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുക. പിക്ചർ വെച്ചിട്ടാണോ? മാം ഇതുപോലെയല്ലേ? യെസ്, ഉണ്ടോ? ഇതിനകത്തൊരു പപ്പി അതിന്റെ കിണലിലെത്താൻ വേണ്ടിയിട്ട് ആ വഴിയൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പൈറലായിട്ടൊക്കെ വരച്ചതാണ്. എന്നിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തു, ഒരെണ്ണം മാത്രം ഓപ്പൺ ചെയ്തു. പിന്നെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ചെയ്തു വെക്കരുത്. നമ്മൾ ഈ ആക്ടിവിറ്റി കുട്ടികൾക്കായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ ആ ഏജിനനുസരിച്ച് വേണം ആ വഴിയൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്തും സെറ്റ് ചെയ്തും ഒക്കെ വെക്കേണ്ടത്. അതൊരു പപ്പി, അതിന്റെ കിണറിലെത്താൻ വേണ്ടിയിട്ട് വഴി കാണിച്ചു കൊടുക്കുക. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. മാം, PDF ഒന്ന് വലുതാക്കിയ സ്ക്രീൻഷോട്ട് എടുക്കാനായിരുന്നു. വലുതാക്കാൻ ഈ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടില്ല? ഇല്ല, ഇത് ഷെയർ ചെയ്തില്ല കേട്ടോ. തേട് ക്ലാസ് റൂമിലുണ്ട്, ക്ലാസ് റൂമിലുണ്ട്. ഉണ്ടോ? ഉണ്ട്, ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ. ശരി. ഗ്രൂപ്പിലേക്ക്. ശരി മാം. ഓക്കെ, ഇനിയൊന്നുമില്ലല്ലോ റെക്കോർഡ് റൈറ്റിങ്ങിന് ഇനി ഡൗട്ട്സ് ഒന്നുമില്ല. ഇനി 5ാമത്തെ റെക്കോർഡാണ്. അത് നിങ്ങൾക്ക് മോഡ്യൂൾ 1ലെ പാർട്ട്
മോഡ്യൂൾ 1 പാർട്ട് 3 ആവുന്ന സമയത്ത് പ്രാക്ടിക്കൽ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് മോഡ്യൂൾ 3 ആണ് പ്രാക്ടിക്കൽ സെഷൻ. അത് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്തായിരിക്കും ആ റെക്കോർഡ് ഷെയർ ചെയ്യുന്നത്. അത് ഒരാൾ എഴുതിയ റെക്കോർഡ് തരും. അത് അതങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. കാരണം മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ചുള്ള അതിന്റെ ഫീച്ചേഴ്സും പ്രിൻസിപ്പിൾസും വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അത് നമ്മളൊരു റെക്കോർഡ് അയച്ചു തരും. അത് നോക്കി കോപ്പി ചെയ്യുക. പിന്നെ അതിന്റെ കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മോഡ്യൂൾ 3 അപ്പൊ നമുക്ക് ഓൾറെഡി ഉള്ള ടെക്സ്റ്റിലുള്ള കാര്യം വീണ്ടും വീണ്ടും എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ. അത്യാവശ്യത്തിന് വേണ്ടുന്ന ബേസിക് പ്രിൻസിപ്പിൾ അതിന്റെ ഫീച്ചേഴ്സും മാത്രമാണ് ലാസ്റ്റ് റെക്കോർഡായ അപ്പാരറ്റസ് റെക്കോർഡിലുള്ളത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനിയൊന്നുമില്ലല്ലോ. റെക്കോർഡ് റൈറ്റിങ്ങിനൊന്നുമില്ല. ഒരു 10 മിനിറ്റ്സ് കൂടിയുള്ളൂ. ക്ലാസ് ലാസ്റ്റ് ക്ലാസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? റെക്കോർഡ് റൈറ്റിംഗ് അല്ലാതെ അതിന് മുമ്പ് നമ്മുടെ പോർഷൻസ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ കംപ്ലീറ്റ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ കഴിഞ്ഞോ? കഴിഞ്ഞു. ആ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് പാർട്ട് 1 ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ടോ? ഉണ്ട്. ഏതാണ്? 4th, 5th, 8th. 4th എന്ന് പറയുന്നത് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് ആണോ? ഫസ്റ്റ് എയ്ഡും ചൈൽഡ് വെൽഫെയറും. ചൈൽഡ് വെൽഫെയർ. വേറെ ടീച്ചേഴ്സ് ആരൊക്കെയാ? അശ്വതി മാം, ആരതി മാം. അശ്വതി മാം, ആരതി മാം. കോമൺ അശ്വതി മാം ഏതാ എടുത്തോണ്ടിരിക്കണേ? സെക്കൻഡ് പാർട്ടിലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് തുടങ്ങി. അപ്പൊ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ടീച്ചർ എടുത്തില്ല? ഇല്ല, എടുത്തിട്ടില്ല. ആതിര ടീച്ചറോ? ആതിര ടീച്ചർ സൈക്കോളജി എടുക്കണേ, സെക്കൻഡ് പാർട്ട്. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുക്കുന്ന പറഞ്ഞത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പാർട്ട് 1 ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലേ? അതെ. അത് ആരെടുക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. മെന്റൽ ഹെൽത്ത് കഴിഞ്ഞു. ഞാൻ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ടില്ലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ. ഇല്ല, ഫസ്റ്റ് എയ്ഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എയ്ഡ് എടുക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇല്ലാത്തൊരു ടോപ്പിക്കാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡും കൂടെ ഞാൻ എടുക്കും. വേറൊന്നുമല്ല, ഫസ്റ്റ് എയ്ഡ് ഇറ്റ്സ് എ ജനറൽ തിങ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. നമ്മുടെ വീട്ടില് ചെറിയതായിട്ടാണെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടായിരിക്കും അല്ലെ? കുട്ടികളെ തന്നെ നമ്മളുടെ തന്നെ കൈ മുറിയുമ്പോൾ പെരട്ടാൻ എന്തെങ്കിലും ഒരു ഓയിൽമെന്റ് ഉണ്ടാകും, ബിറ്റാഡിൻ ലോഷൻ ഉണ്ടാകും, ക്ലീൻ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ആന്റിസെപ്റ്റിക് ലോഷൻ ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. പനി വരും, പെട്ടെന്നായിരിക്കും ചിലപ്പോൾ രാത്രിയൊക്കെ ടെമ്പറേച്ചർ ആർക്കായാലും കൂടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോളോയോ എന്തെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അശ്വതി മാമേ ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചായിരുന്നു. ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചായിരുന്നു ഞങ്ങളെ കൊണ്ട്. എല്ലാരും ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ലെസൺ എടുത്തില്ല? ഇല്ല, ലെസൺ എടുത്തില്ല. വേറെ ലെസണിലാണ് അത് പറഞ്ഞ് അത് ചെയ്യിച്ചത്. ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഫസ്റ്റ് എയ്ഡ് നമുക്കറിയാം, ശരീരത്തിലൊരു മുറിവ്, ഒരു ചതവ്, ഒരു പൊള്ളൽ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വി നോ ഹൗ ടു ഹീൽ ഇറ്റ്. നമുക്കറിയാം. നമ്മളവിടെ മരുന്ന് വയ്ക്കും. അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അത് ഉണങ്ങും. അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കാർ പോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാവോ, നമ്മുടെ അപ്പിയറൻസിനെ ബാധിക്കുന്ന കാര്യമായിരിക്കും. ആ പാട് മാറ്റാൻ എന്തെങ്കിലും മരുന്നോ ക്രീമോ ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മൾ അത് അപ്ലൈ ചെയ്ത് ആ സ്കാർ മാറ്റി നമ്മുടെ സ്കിൻ നല്ല ഭംഗിയാക്കും. അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമില്ലേ? ശരീരത്തിനൊരു മുറിവ് പറ്റിയാൽ, ഒരു പൊള്ളല് പറ്റിയാൽ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉണക്കി അതിന്റെ പാട് വരെ നമ്മൾ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ കഠിന പ്രയത്നം നടത്തും. അതേസമയം മനസ്സിനൊരു മുറിവ് പറ്റിയാലോ എങ്ങനെ ഹീൽ ചെയ്യും? എങ്ങനെ ഹീൽ ചെയ്യും? കൂടുതലായിട്ട് ഉറക്കത്തിലേക്ക് പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് ഫോക്കസ് ചെയ്യും.
അതായത് നമ്മൾക്ക് നമ്മളുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ, നമുക്കൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു ലോസ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റണം, അല്ലെ? അതാണ് ഇമോഷണൽ വെൽനെസ് എന്ന് പറയുന്നത്. ശരിക്കും വെൽനെസിന്റെ ആ ഒരു ടോപ്പിക്കിൽ ഞാനത് പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇമോഷണൽ വെൽനെസ്. നമുക്കറിയാം എല്ലാ സമയവും എന്നും നമുക്ക് ഹാപ്പിനെസ് അല്ല. നമ്മുടെ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. ചില നഷ്ടങ്ങൾ നമുക്ക് നികത്താൻ പറ്റും, ചില നഷ്ടങ്ങൾ നമ്മളുടെ തീരാ നഷ്ടങ്ങളായിട്ട് മാറും, ഒരു വേദനയായിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. ബട്ട് നമ്മൾക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു. നമ്മളുടെ മനസ്സിലേറ്റൊരു മുറിവിനെ നമുക്ക് സെൽഫ് ഹീൽ ചെയ്യാൻ പറ്റുന്നത് തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഏറ്റവും നല്ല ലെവലിലാണെന്നാണ് അതിന്റെ അർത്ഥം. മെന്റൽ ഹെൽത്ത് വളരെ ലോ ആയ ആളുകൾക്ക് അവരെ സ്വയം ഹീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? അപ്പൊ അങ്ങനെയുള്ളവരാണ് എക്സ്റ്റേണൽ സപ്പോർട്ട് എടുക്കുന്നത്. ചിലപ്പോ അവർക്ക് ചില ആളുകളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു സമാധാനം കിട്ടും. പറയില്ലേ, അപ്പൊ ഇതെല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കൊരു ആശ്വാസമായി. പറഞ്ഞു കഴിഞ്ഞപ്പോ അവരുടെ ആ ഒരു നഷ്ടം നികന്നിട്ടൊന്നുമില്ല, പക്ഷെ അവര് ആ ഒരു ഹെവിനെസ്, മനസ്സിലെ ആ ഭാരം അവരങ്ങ് ഇറക്കി വെച്ചു എന്ന് പറയാം. അവർക്കൊരു ആശ്വാസമായി മാറും. ചിലപ്പോ നമ്മുടെ വീട്ടില് നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെടുന്നു, മരിച്ചു പോകുന്നു, നമുക്കറിയാം തീരാ നഷ്ടമാണ്, നമുക്കത് നികത്താൻ പറ്റില്ല, ഇനി അവരില്ല എന്നുള്ള ആ ഒരു സത്യം, ആ ഒരു ഫാക്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മളിങ്ങനെ അടക്കി പിടിച്ചിരിക്കൂലേ, നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ നമ്മളങ്ങ് ആ അടക്കി പിടിച്ചതെല്ലാം കൂടെ പുറത്തേക്ക് അങ്ങ് ഒഴുകും. നമ്മൾ കരയും. ചിലപ്പോൾ അവരുടെ കൈ പിടിച്ചു, അവരെ ഹഗ് ചെയ്തോ നമ്മൾ കരയും. അപ്പോഴേക്കും നമുക്കൊരു ആശ്വാസം കിട്ടും. അതിന്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോയ ആളെ നമുക്ക് തിരിച്ചു കിട്ടുക അതൊന്നും അല്ല, പക്ഷെ നമ്മുടെ ആ വിഷമം മുഴുവൻ നമ്മൾ ഒരിടത്ത് ഇറക്കി വെച്ചു, നമ്മളത് പുറത്തേക്ക് വെന്റിലേറ്റ് ചെയ്തു. അതും ഒരു ഹീലിംഗ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒരാള് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഒരു ബ്ലെസ്ഡ് തന്നെയാണ് കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഇനി നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടാകുന്നു, അത് ഒരു 20 ഈ ക്ലാസ്സിൽ 20 വയസ്സിന് താഴെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നമുക്കൊരു 20+, 30+, 40+, ഈ ഒരു ഏജില് വളരെ ഒരു അനിഷ്ട സംഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നു. ഒരു അബ്യൂസ് ആണെന്ന് വിചാരിക്കുക. ഒരാളെ നമ്മളെ മെന്റലി അബ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫിസിക്കലി, അല്ലെങ്കിൽ വെർബലി അബ്യൂസ് ചെയ്യുന്നു. നമുക്ക് താങ്ങാൻ പറ്റിയിട്ടില്ല അത്. പക്ഷെ ആ ഒരു ഏജില് വി നോ ഹൗ ടു ഡു നെക്സ്റ്റ്, വാട്ട് നെക്സ്റ്റ്, എന്തടുത്ത് ചെയ്യണം. ഒന്നിനെയും നമ്മളിത് കേസ് ഫയൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പറയും, അല്ലെങ്കിൽ നമ്മളൊരു അതുമായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിനെ കാണും, ഒരു സൈക്കോളജിസ്റ്റ്, സൈക്കോതെറാപ്പിസ്റ്റിനെ കണ്ട് ഇത് നമ്മൾ കാര്യം പറയണം, എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യണം. നമുക്കത് തന്നെ ഡീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്കതിനുള്ള സപ്പോർട്ട് എടുക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലേ? ശരിയല്ലേ? അതേസമയം ഒരു കൊച്ചു കുട്ടിക്കാണെങ്കിലോ ഇങ്ങനെ സംഭവിക്കുന്നത്, ഫ്രസ്ട്രേഷനിലാവും. ആ കുട്ടിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. അതിനെന്താ എനിക്ക് സംഭവിച്ചെന്ന് അറിയാണ്ട് പറ്റും, ഞാൻ ഇത് ആരോട് പോയി പറയും. പക്ഷെ അതേസമയം നമ്മളൊരു മെച്യൂരിറ്റി ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഉണ്ടാവും. അപ്പൊ ഒരു ഷോക്കിലായാലും എനിക്ക് ഇതിന്ന് പുറത്ത് വരണം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകും. പക്ഷെ ഈ കുട്ടിക്ക് അറിയില്ല, അതിന് കൺഫ്യൂഷനായി പോകും എന്താ സംഭവിച്ചിരുന്നത്. പിന്നെ ആ ഒരു ട്രോമയിലായിരിക്കും ആ കുഞ്ഞ്. അതേസമയം ആ കുട്ടീന്റെ ആ ഒരു പ്രശ്നം അവന്റെ മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി വളരെ ഡിവൈനാണ്. നിങ്ങൾ വീട്ടിലുള്ള പോലെ 1, 2, 3 കുട്ടികളല്ല നമ്മൾ കാണാൻ പോകുന്നത്. 30, 20 പല ക്ലാസ് ഉണ്ടെങ്കിൽ 60, 70 കുട്ടികളൊക്കെ ആയിരിക്കും. ഈ ഓരോ കുഞ്ഞിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളത് തന്നെയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, പ്രായമായവർക്ക്, നമ്മുടെ ചുറ്റുള്ളവർക്ക്. പക്ഷെ കുട്ടികളുടെ കേസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് പറയാൻ പറ്റുന്നില്ല. അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകുന്നു, അവർ സപ്രസ്ഡ് ആയി പോകുന്നു പല സമയത്തും. അപ്പം അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ മുഖത്ത് നിന്ന് നോൺ വെർബൽ, അവർ പറയാതെ തന്നെ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ആ കുട്ടി എന്തോ പ്രശ്നത്തിലൂടെ പോവുകയാണെന്ന് മനസ്സിലാക്കി അവനെ അടുത്ത് വിളിച്ച് കെയർ ചെയ്ത് ആ കാര്യം മനസ്സിലാക്കി, പിന്നെ അത് ആ നടന്ന സംഭവം ഇല്ലാതാക്കാനോ ഒന്നും പറ്റില്ല. കാരണം കുഞ്ഞിന്റെ ഓർമ്മയിൽ അത് നിൽക്കുക. ആ ട്രോമയോട് കൂടെ തന്നെ ആ ട്രോമയുടെ എഫക്റ്റ് കുറച്ച് അതിൽ നിന്നും എങ്ങനെ
സ്ട്രോങ് ആയിട്ട് ജീവിക്കാൻ പറ്റും എന്ന് ആ ആളെ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് നമുക്ക്. പിന്നെ സംഭവിച്ചു, പിന്നീട് അത് സംഭവിക്കാതിരിക്കാനും ആ സംഭവിച്ച കാര്യത്തിനെ ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫർദർ ആക്ടിവിറ്റീസിലേക്കും, അത് ഓർമ്മയിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ എന്നാലും ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്, ഇറ്റ്സ് ദെയർ ഫോൾട്ട്. നീ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സ്ട്രോങ് ആക്കി അതിനെ ആക്കുക. അതെങ്ങനെ എന്ത് ടൈപ്പ് പ്രോബ്ലം തന്നെയാണെങ്കിലും കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അതിന് പറ്റും. ഈവൻ ദോ ആ ഒരു പാഷനോട് കൂടി, അല്ലെങ്കിൽ എനിക്കൊരു വരുമാനം വേണമെന്ന് വിചാരിച്ച് ഈ ജോബിന് വന്നാൽ കൂടി ഡെഫിനറ്റ്ലി വി നീഡ് എ ഡീസന്റ് പേ. നമുക്കൊരു ഡീസന്റ് പേ തന്നെ വേണം നമ്മൾ ചെയ്യുന്ന ജോലിക്കില്ലേ. അതുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ആ ജോലിയോട് ഡെഡിക്കേറ്റഡും ആയിരിക്കണം, കമ്മിറ്റഡും ആയിരിക്കണം. അത്രയും റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. മെഷീൻസ് ഒന്നുമില്ല. ഇത് ഏതെങ്കിലും ഒരു പാർട്ട് കംപ്ലൈന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പെയർ വാങ്ങാൻ കിട്ടുന്നത് ജീവനുള്ള പ്യുവർ സോൾസ് ആണ് അല്ലെ നമ്മുടെ മുന്നിൽ വരുന്നത്. അവരെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഡെലിക്കേറ്റ് ആണ്. അപ്പൊ നമ്മളുടെ ഹാർട്ടും പ്യൂരിഫൈഡ് ആകണം, എന്നാൽ മാത്രമാണ് നമുക്കത് പറ്റുള്ളൂ. ഉള്ള ടെൻഷനും സ്ട്രെസ്സും മുഴുവനും തലയിൽ വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ഇത് വെച്ചുകൊണ്ട് കുട്ടികളുടെ മുന്നിലേക്ക് പോകരുത്. നമ്മൾ അത്രയും അവർക്ക് ആക്സെപ്റ്റബിൾ ആയിരിക്കണം, അപ്രോച്ചബിൾ ആയിരിക്കണം. നമ്മൾ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളുടെ അടുത്തേക്ക് വരില്ല. അപ്പൊ അവർക്ക് ആക്സെപ്റ്റബിൾ ആകുന്ന, അപ്രോച്ചബിൾ ആകുന്ന ഒരു പ്യുവർ സോൾസ് ആയിട്ട് നമുക്ക് മാറാൻ പറ്റണം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡും അതിൻ്റെ ഒപ്പം ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡും, എങ്ങനെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇതില്ലാത്ത ടോപ്പിക്കാണ്, ഞാൻ അതിന്റെ ഒരു PDF നിങ്ങൾക്ക് ഷെയർ ചെയ്യും കേട്ടോ. ഓക്കെ, സോ സൈൻ ഔട്ട് ഉണ്ടോ? യെസ് മാം. ചെറിയൊരു കഥയാണ്. ലല്ലിയുടെ ചായപ്പെട്ടി. ലല്ലി താറാവിന്റെ പിറന്നാളാണിന്ന്. അമ്മ അവൾക്ക് ഒരു ചായപ്പെട്ടി സമ്മാനിച്ചു. ഹായ്, താങ്ക് യു അമ്മേ. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു. പിന്നെ ഒട്ടും വൈകാതെ ലല്ലി ചായങ്ങളുമായി പുറത്തിറങ്ങി. കുഞ്ഞൻ ബ്രഷ് ചായത്തിൽ മുക്കി അവൾ ചുറ്റും കണ്ടതിലെല്ലാം നിറമടിക്കാൻ തുടങ്ങി. താമരയിലകളെ മഞ്ഞയിൽ മുക്കി, പാറക്കൂട്ടങ്ങളിൽ ചോപ്പ് വരച്ചു. ഉറങ്ങിക്കിടന്ന തവളച്ചേട്ടന്റെ മുഖത്ത് വെള്ളപ്പൊട്ടുകൾ തൊട്ടു. ഹയ്യടാ, നല്ല രസം. നിറമടിച്ചു കഴിഞ്ഞ് ലല്ലിയുടെ ഒരു തുള്ളിച്ചാട്ടമുണ്ട്. ഹയ്യട ഹയ്യ, നല്ല രസം. ചായമടിക്കാൻ നല്ല രസം. മഞ്ഞ പച്ച ചോപ്പെല്ലാം ചേലിൽ വരയ്ക്കാൻ എന്തു രസം. കുളത്തിലെ കളികൾ കഴിഞ്ഞതോടെ അവൾ ചായപ്പെട്ടിയുമായി കരയിലേക്കു കയറി. അപ്പോഴുണ്ട് ആനച്ചേട്ടൻ കൂർക്കം വലിച്ചുറങ്ങുന്നു. ലല്ലി പതുങ്ങി ആനച്ചേട്ടന്റെ അരികിലെത്തി. എന്നിട്ട് ആനച്ചേട്ടന്റെ കാതിൽ ഒരു കുഞ്ഞു പൂമ്പാറ്റയെ വരച്ചു വെച്ചു. എന്നിട്ട് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. ആനച്ചേട്ടൻ ഉണർന്ന് ചെവിയാട്ടിയതും ആനച്ചെവിക്കൊപ്പം കുഞ്ഞു പൂമ്പാറ്റയും പതിയെ ആടി. പെട്ടെന്നാണ് ലല്ലി അതു കണ്ടത്. അവൾ ഒളിച്ചിരുന്ന ചെടിയുടെ ഇലയിൽ ഒരു മഞ്ഞപ്പുഴു പേടിച്ച് പതുങ്ങിയിരിക്കുന്നു. എന്തുണ്ടായി? ലല്ലി ശബ്ദം താഴ്ത്തി മഞ്ഞപ്പുഴുവിനോട് ചോദിച്ചു. മിണ്ടല്ലേ, എന്നെ കൊത്തിയെടുക്കാൻ ഒരു പക്ഷി പറന്നു നടപ്പുണ്ട്, കണ്ടോ? മഞ്ഞപ്പുഴു പതിഞ്ഞ സ്വരത്തിൽ ലല്ലിയുടെ ചെവിയിൽ പറഞ്ഞു. ലല്ലി നോക്കിയപ്പോൾ കൂർത്ത കൊക്കുകളുള്ള ഒരു പക്ഷി ആകാശത്ത് പറന്നു നടക്കുന്നു. ഒരു വഴിയുണ്ട്. ലല്ലി ചായപ്പെട്ടി തുറന്ന് ബ്രഷ് പച്ച നിറത്തിൽ മുക്കി. എന്നിട്ട് മഞ്ഞപ്പുഴുവിന്റെ ദേഹത്ത് പച്ച നിറം തേച്ചു. ഇനി നിന്നെ ആരും കാണില്ല, അവൾ പുഴുക്കുട്ടന്റെ ചെവിയിൽ പറഞ്ഞു. താണു പറന്നു വന്ന പക്ഷി പുഴുക്കുട്ടനെ അവിടെയെല്ലാം പരതി. ഇത് കണ്ട് ലല്ലിക്ക് ചിരി നിർത്താനായില്ല. പച്ചക്കുട്ട ചെങ്ങാതി, ഇലയിൽ തന്നെ ഇരുന്നോളൂ. താണു പറക്കും പക്ഷിച്ചേട്ടൻ മേലിൽ നിന്നെ കാണില്ല. ലല്ലി പറഞ്ഞത് കേട്ട് പുഴുക്കുട്ടന് സന്തോഷമായി. അവൻ ലല്ലിയോട് നന്ദി പറഞ്ഞു. ലല്ലിക്കും സന്തോഷമായി. നിറമടിക്കാൻ പുതിയ സ്ഥലങ്ങളും തിരഞ്ഞ് അവൾ മുന്നോട്ട് നടന്നു. താങ്ക് യു മാം. വെരി ഗുഡ്. സ്വന്തം ക്രിയേഷൻ ആണോ? അല്ല, ഇത് ചെറിയ മോന്റെ ഒരു ബുക്കിലുള്ളത്. നല്ല രസമുണ്ട്. ഓക്കെ, ഞാൻ ഓർത്ത് പിന്നെ ആ പുഴു ഇങ്ങനെ ബട്ടർഫ്ലൈ ആയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമായിരിക്കും ഞാൻ വിചാരിച്ചു. ഇല്ല, അത് പച്ച ഇലയില് പച്ച പെയിന്റ് അടിച്ചപ്പോ അതിനെ കാണാതെ രക്ഷപ്പെട്ടു. ഓക്കെ, then have a nice day. Thank you so much. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.